എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടുമായിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. സംഗതി വേറൊന്നുമല്ല, നമ്മുടെ സായി ഉണ്ടല്ലോ, സീക്രട്ട് ഏജന്റ്. ഈ സായി എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് ചേട്ടൻ ഈ ബിഗ് ബോസിനകത്ത് എവിടെയെങ്കിലും തലയടിച്ച് വീഴുന്നത് വല്ലതും നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ തലക്കിട്ട് അടിക്കുന്നത് വല്ലതും നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ഞാൻ ചോദിക്കുക. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം അണ്ണന്റെ തലയുള്ള കിളിയൊക്കെ പോയെന്ന് എനിക്ക് തോന്നുന്നത്. അണ്ണൻ ഇത്രയും കാലം ഇവിടെ പുറത്ത് കാറിലിരുന്ന് ഈ ബിഗ് ബോസ് എത്ര വർഷമായി അണ്ണൻ ഇരുന്നുകൊണ്ട് മറ്റേ റിയാക്ട് ചെയ്യുന്നു. ആൾക്കാരെ എല്ലാം മറ്റേ കുത്തി കീറിയെടുത്ത് ഓരോ ആൾക്കാരുടെയും ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടിരുന്ന അണ്ണൻ അതിനകത്ത് ചെന്നിട്ട് ഇന്നൊരു മണ്ടത്തരം എന്നൊന്നും അല്ല അതിനെ പറയണ്ടേ. സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ എന്ത് വിളിച്ച് എനിക്ക് അറിയത്തില്ല എന്താ വിളിക്കേണ്ടതെന്ന് അതിനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് സായി പറയുന്നത് ഞാൻ കേട്ടു, നോറ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല. അത് കാരണം അത് ഏതൊരു സന്ദർഭത്തിലാണ് പറഞ്ഞതെന്നൊക്കെ ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ചെയ്യാം. സംഗതി ഇങ്ങനെ ഒരു ഡയലോഗ് സായി അവിടെ പറയുന്നത് കേട്ടു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നോറയ്ക്ക് അവിടെ ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നോറ ഫൈനൽ നമ്മുടെ നടക്കുമ്പോഴത്തേക്ക് നോറ വരാൻ സാധാരണ ഫൈനൽസ് നടക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനെ എല്ലാവരും തിരിച്ചു കൊണ്ടുവരും. സോ അങ്ങനെ ഒരു വരവ് നോറയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവത്തില്ല. കാരണം നോറയ്ക്ക് ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല എന്നുള്ള ഒരു സാധനം സായി അവിടെ പറയുന്നത് ഞാൻ കേട്ടു. ഇത് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു മിനിറ്റ് ആലോചിച്ചു, ഇവ പൊട്ടനാണോ അതോ ഇവന്റെ പ്രേതം വല്ലതാണോ ഇത്ര നാൾ പുറത്തിരുന്ന് മറ്റേ കാറിനകത്ത് AC കൂട്ടിയിരുന്ന് ഇവരെയൊക്കെ ഈ ബിഗ് ബോസിനെ ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്? കാരണം എന്താണ് അവൻ പറയുന്നത്? അറ്റാച്ച്മെന്റ് ഇല്ലാത്തതുകൊണ്ട് അയാൾ ഫൈനലിൽ വരത്തില്ലെന്ന്. നിങ്ങൾക്ക് എനിക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ ആട്ടാൻ തോന്നി ഇവനെ. അറ്റാച്ച്മെന്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ അഖിൽമാരാർ ആരോടായിരുന്നു അഖിൽമാരാർ അതിനകത്ത് നിൽക്കുമ്പോൾ അറ്റാച്ച്മെന്റ് കാണിച്ചുകൊണ്ടിരുന്നത്? ആകെ ഒരു വ്യക്തിയോടെ ഉണ്ടായിരുന്നുള്ളൂ അഖിൽമാരാറിന് ഒരു പരിധിയിൽ കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയാൻ. ബാക്കി ആരോടും എല്ലാവരും അഖിൽമാരാറിന് ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണ്. അഖിൽമാരാറിന്റെ ഹൗസ് വാമിംഗ് നടന്നപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, പകുതി മുക്കാൽ പേരും ഉണ്ടായിരുന്നു. പക്ഷേ എന്ന് വെച്ച് പുള്ളി എല്ലാവരോടും അറ്റാച്ച്ഡ് ആണെന്നൊന്നും അല്ല. ഇവൻ എന്താ ഉദ്ദേശിക്കുന്നത്? അറ്റാച്ച്മെന്റിൽ മാത്രം അങ്ങനെയാണോ ഒരാൾ ബിഗ് ബോസ് ഫൈനൽ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻസ് ഫൈനലിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. സായിക്ക് എന്തോ ഭയങ്കരമായിട്ട് തലയ്ക്ക് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ സത്യസായി ബാബ ആയപ്പോഴത്തേക്ക് എന്തൊക്കെയോ അണ്ണന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അണ്ണൻ തിരിച്ചു വന്നിനി കാറിന് പകരം അണ്ണൻ വേറെ വല്ല തെങ്ങിന്റെ മണ്ടക്കും കയറി ഇരിക്കുമെന്ന് എനിക്ക് ഡൗട്ട്. ഇനി ഇവിടെ നിന്ന് ഞാൻ വീഡിയോ ചെയ്യാന്നും പറഞ്ഞ് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ അവന്റെ കിളി പോയോന്ന്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് 86-ാം എപ്പിസോഡിനെ പറ്റി ഒരു ഡീറ്റെയിൽ ചെറിയ രീതിയിൽ ഒന്ന് റിവ്യൂ ചെയ്തു പോവാം. അപ്പൊ ഇതിനകത്ത് എനിക്ക് റിവ്യൂ ചെയ്യാനുള്ളതിനകത്ത് ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. അതായത് ഇന്ന് 1-2 പോയിന്റ്സ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എനിക്കിന്ന് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണലി ഒരു 2 മിനിറ്റത്തേക്ക് എന്റെ കണ്ണീൽ നിന്നൊക്കെ വെള്ളം വന്നുപോയി. ഞാൻ മറ്റേ മൂക്കൊക്കെ ചീറ്റുന്ന ഒരു അവസ്ഥ എനിക്ക് എത്തിയിന്ന്. കാരണം ഇന്ന് എനിക്ക് അത്രയ്ക്ക് ഫീലായ ഒരു കാര്യം ഇതിനകത്ത് നടന്നു. അപ്പൊ അതിലേക്ക് വരാം. എന്തായാലും ആദ്യം തന്നെ ബിഗ് ബോസ് അണ്ണൻ പറയുന്നത് നമ്മുടെ നോറ ചേച്ചി സീക്രട്ട് റൂമിൽ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. 84-ാം ദിവസത്തെ പരിപാടിയാണ് കാണിക്കുന്നത്. ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അതിന് ശേഷമുള്ള അന്ന് ലാലേട്ടൻ പോയി അതിന് ശേഷം അവിടെ നടന്ന കുറച്ച് കാര്യങ്ങൾ സീക്രട്ട് സൈഡിൽ തന്നെ കിടക്കുക. നമ്മുടെ സീക്രട്ട് റൂമിൽ നോറ ചേച്ചി ഇരിക്കുന്നു. അപ്പൊ നോറ ചേച്ചി ഇടയ്ക്കിലോട്ട് പെട്ടെന്ന് ബിഗ് ബോസിന്റെ ഒരു അശരീരി സംഗതി വേറൊന്നുമല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല നോറ, നിങ്ങൾ വീണ്ടും അകത്തേക്ക് തന്നെ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സാധനം ബിഗ് ബോസ് അവിടെ കൊടുക്കുന്നുണ്ട്. കേൾക്കുമ്പോഴത്തേക്ക് നോറയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. നോറ ഒന്ന് കരയുകയൊക്കെ ചെയ്തായിരുന്നു നേരത്തെ. അപ്പൊ അതൊക്കെ വിട്ട് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അതിനുശേഷം ഒരു ബോക്സ് ഒക്കെ ആയിട്ടൊരു പുള്ളി അകത്തോട്ട് വരുന്നുണ്ട്, അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു ഡ്രസ്സൊക്കെ ഉണ്ട്. ഇന്നലെ നിങ്ങൾ പ്രൊമോയിൽ കണ്ട പോലെ തന്നെ വെള്ള തുണിയൊക്കെ ഇട്ട് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് നോറയെ രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ അകത്തോട്ട് കയറ്റി വിടുന്നു. അപ്പൊ അതിന് മുമ്പ് നോറ കയറുന്നതിന് മുമ്പ് അവിടെ ഒരു ചെറിയ ടോക്ക് ബാക്കി എല്ലാവരുടെയും ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്. ജാസ്മിൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. അവളോട് അതായത് നോറ പോകുമ്പോൾ എനിക്ക് അവളോട് അടുത്ത് ചെന്ന് സംസാരിക്കാനൊക്കെ പേടിയായിരുന്നു. അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. അവളുടെ സ്വഭാവം ആയതുകൊണ്ട് അവളെ ചിലപ്പോൾ എന്ത് വേണമെങ്കിലും പറയും എന്നുള്ളൊരു സാധനം അവിടെ നമ്മുടെ ജാസ്മിൻ പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ സിജോ പറയുന്നുണ്ട്. നമ്മുടെ സായി മാത്രമൊന്നുമല്ല, ബാക്കി നമ്മുടെ സിജോയും ജാസ്മിനും ഒക്കെ പറയുന്നുണ്ട് അവക്കൊരു അറ്റാച്ച്മെന്റ് ഇല്ല അവിടെ ആരോടും. അതുകൊണ്ട് തന്നെ അവൾ പോയതിനകത്ത് ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു സങ്കടവും ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല അവൾ പോയത്. കാരണം അവളോട് ആർക്കും ഒരു പരിധിയിൽ ഫുൾ സ്നേഹമില്ല. അത് നമ്മുടെ സിജോ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഫൈനലിലേക്ക് അവൾ വരത്തില്ല എന്നൊന്നും സിജോ പറയുന്നില്ല. അത് പറയുന്നത് നമ്മുടെ സായിക്കുട്ടൻ തന്നെയാണ്. ഈ ഒരു ടോക്കിന്റെ ഇടയ്ക്കാണ് സായി അത് പറയുന്നത്, അവൾ ഫൈനലിലേക്ക് വരാൻ ചാൻസ് ഇല്ല. നമ്മുടെ സായിക്കുട്ടൻ എന്തായാലും അത് പറഞ്ഞ സ്ഥിതിക്ക്, ഫൈനലിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഉടനെ തന്നെ നമ്മുടെ ജാസ്മിൻ ചേച്ചി അവത്തേക്ക് പിടിക്കുന്നുണ്ട്. ജാസ്മിൻ ചേച്ചി അത് പറയുന്നുണ്ട്, ഇല്ല അവൾ വരാൻ ചാൻസ് ഇല്ല, അവൾക്ക് ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല. അല്ല, എന്തിനാണ് അറ്റാച്ച്മെന്റ് എനിക്ക് മനസ്സിലാവുന്നില്ല.
അവിടെ ഗെയിം കളിക്കാനാണോ നിങ്ങളെല്ലാം പോയത്? ഈ സായി ഇത് പറയുന്നതിനകത്ത് എനിക്ക് ഏറ്റവും വലിയൊരു എന്താ ഇവനീ പറയുന്നതെന്ന് തോന്നുന്നത്. കാരണം എന്തിനാണ് അറ്റാച്ച്മെന്റ് വെക്കുന്നത് അതിനകത്ത് ഗെയിം കളിക്കാനാ പോയത്. ഗെയിം കളിച്ച് കാശെടുക്കുക, അതുപോലെ തന്നെ കപ്പ് പിടിക്കുക, ഇതൊക്കെയാണ് തല വേണ്ടത്. അല്ലാതെ അവിടെ ചെന്നിട്ട് അറ്റാച്ച്മെന്റിന്റെ പരിപാടിയുടെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഋഷിക്കുട്ടൻ ആ ഒരു സാധനം ഉണ്ട്. അത് പിന്നെ അവൻ അങ്ങനെയാണ്, അവൻ ഫ്രണ്ട്ഷിപ്പിന് അത്രയും വാല്യൂ കൊടുക്കുന്നവരാണ്. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ നമുക്കതൊന്നും അറിയത്തില്ല. ഋഷിയുടെ കാര്യത്തിൽ പലപ്പോഴും അത് പ്രൂവ് ആയ കാര്യമാണ്. അവൻ അങ്ങനെയാണോ അവൻ അങ്ങനെ നിന്നോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ അടുക്കെ. പക്ഷെ ഈ ബാക്കി സായി ഒക്കെ വന്നിട്ട് ഈ അറ്റാച്ച്മെന്റിന്റെ കാര്യം പറഞ്ഞ് നോറയെ പറയുമ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു പരിപാടി, ഈ ജാസ്മിൻ സിജോ നമ്മുടെ സായി അവിടെ ഇരുന്ന് ഒരു സംസാരം നടക്കുന്നുണ്ട്. അതിന്റെ അപ്പുറം തന്നെ വേറൊരു മൂലക്കിരുന്ന് നമ്മുടെ അബിയും ഋഷിയും കൂടെ നമ്മുടെ പണപ്പെട്ടിയെ പറ്റി ഇരുന്ന് സംസാരിക്കുന്നതാകാം. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് രാത്രിയാവുന്നു. നമ്മുടെ ഒരു പ്രേത പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ നോറ കൊച്ചിനെ അകത്തേക്ക് വിടുന്നുണ്ട്. നോറ കൊച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാരും പറയുന്നുണ്ട് ആ നോറയാണ്. സായിക്കുട്ടൻ മാത്രം ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടു, ഒന്നെങ്കിൽ നോറ ഇല്ലെങ്കിൽ നന്ദന. ഇപ്പോഴും പെങ്ങളൂട്ടി വീണ്ടും തിരിച്ചു വന്ന് കയറും എന്നാണ് അണ്ണൻ വിചാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ, സായി അണ്ണൻ. അപ്പൊ അങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. നോറ വന്ന് കയറും. നോറ വന്നിട്ട് കുറച്ചു നേരം അവിടെ 1-2 പേരോട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ നോറ ചേച്ചി പോയിട്ട് ഒരു മൂലക്കിൽ ഇരിക്കുന്ന കാണാം. അതാണ് നോറയ്ക്ക് അവിടെ അത് ഉള്ള കാര്യമാണ് ബാക്കി എല്ലാവരും പറഞ്ഞത്. നോറയ്ക്ക് ആരോട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. എനിക്ക് പറയാനുള്ളത്, എന്തിനാണ് അറ്റാച്ച്മെന്റ്? അതിന്റെ ആവശ്യമുണ്ടോ? അവിടെ ഗെയിം കളിക്കാൻ കപ്പ് കൊണ്ട് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ പുറത്തിറങ്ങിയിട്ട് അത്രയും ദിവസം ഉണ്ടായിരുന്നതിന്റെ ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ആരെ കുറ്റം പറയാൻ പോവാതെ എല്ലാവരും തമ്മിൽ ഒരു സ്നേഹം വെക്കുക, കീപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ പിന്നെ ഫ്രണ്ട്ഷിപ്പ്. ഇപ്പൊ നോറയും ജാസ്മിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് 4 വർഷം തൊട്ടുള്ള ഫ്രണ്ട്സാന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് വന്നപ്പോഴാണ് തനിക്കുണം പൊട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സീനാവാൻ തുടങ്ങിയത്. ഇനി പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്താവും നമുക്ക് അറിയത്തില്ല. എന്തായാലും അങ്ങനെയുള്ള ഒരു നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നവർ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ പോട്ടെ. ഞാൻ അതിനകത്ത് കുറ്റമൊന്നും പറയുന്നില്ല. ഇപ്പം നമ്മുടെ ആങ്ങളമാരും പെങ്ങളൂട്ടി ഉണ്ടല്ലോ, അവർക്ക് പുറത്തിറങ്ങിയിട്ടും ആ ഒരു സാധനം കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം, അത് നല്ലതാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെ ആവണം ഇതിനകത്ത് വന്ന് കയറുമ്പോൾ എന്നൊക്കെ വിചാരിക്കുന്നത് അവിടെ ഉള്ളവരുടെ മണ്ടത്തരം. അതുപോലെ തന്നെ പിന്നെ ഈ സായി അറ്റാച്ച്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ടുള്ള അവന്റെ ആ ഡയലോഗ് കേട്ടപ്പോഴുള്ളൂ എനിക്ക് എന്തോന്നാടേ, ഇവൻ പുറത്തിരുന്ന് സീക്രട്ട് ഏജന്റായിട്ട് ഇത്രയും വലിയ ആൾക്കാരെ ചുഴിഞ്ഞു നോക്കി കഥ പറഞ്ഞുകൊണ്ടിരുന്നവനല്ലേ. എന്നിട്ട് ഈ ഫൈനലിലേക്ക് അവള് വരാത്തതിന്റെ പേരിൽ ഈ അറ്റാച്ച്മെന്റിന്റെ കേസ് കൊണ്ട് ഇടിച്ചു കയറ്റിയപ്പോഴത്തേക്ക് തോന്നി ഇവൻ പൊട്ടനാണോന്ന്. ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്തായാലും അതേ കാണിക്കുന്നുള്ളൂ. പിന്നെ രാവിലെ 8 മണിക്ക് പാട്ടൊക്കെ ഇട്ട് രാവിലെ തുള്ളിച്ചാട്ടമുണ്ട്. 85ാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ നമ്മുടെ അബി, ഋഷി, സായി 3 പേരും കൂടെ ഇരിക്കുന്നതാണ്. അപ്പൊ ഇവർ 3 പേരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് തലേ ദിവസത്തെ നോറയുടെ കാര്യം തന്നെ. അതായത് നോറയ്ക്ക് അവൾ പോയപ്പോഴും ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല, അവൾ വന്നപ്പോഴും ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല, ആരോടും അവൾക്ക് വലിയ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. ഈ സാധനം തന്നെ രാവിലെ ഇരുന്ന് പറയുന്നുണ്ട്. ഓക്കെ, എനിക്ക് പ്രത്യേകിച്ച് തലേ ദിവസം പറഞ്ഞാൽ രാവിലെ ഇരുന്ന് ഇവന്മാര് വീണ്ടും പറയുന്നു. അപ്പൊ ഇവന്മാരിത് പറയുമ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചു. സംഗതി വേറൊന്നുമല്ല, ഇവന്മാർക്കും അവളോട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. പിന്നെ എന്തിനാണ് അവള് അറ്റാച്ച്മെന്റ് കാണിക്കുന്നത് ഇവന്മാരോട്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ എന്തായാലും അതൊക്കെ കഴിയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ വാഷ്റൂമിന്റെ സൈഡിൽ നമ്മുടെ ജിൻഡോ ചേട്ടനും നോറയും കൂടെ കുറച്ചു നേരം ഒരു സംസാരിക്കുന്നത് കാണുന്നുണ്ട്. അതായത് എനിക്ക് അവിടെയാണ് ആ മനുഷ്യനെ ചെറുതായിട്ടൊക്കെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങി കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക്. അതായത് പുള്ളി നോറ പോകുമ്പോഴും അവളോട് ഒന്ന് സംസാരിക്കുന്നുണ്ട്, മാന്യമായിട്ട് മോളെ ഒന്ന് മനസ്സിൽ വെക്കരുത് ഇത് പറയുന്നുണ്ട്. അവൾ തിരിച്ചു കയറി വന്നപ്പോഴും അവളോട് പറയുന്നുണ്ട്. ആ രാവിലെ അവിടെ ഇന്നിട്ട് മോളെ എനിക്ക് ഇതിനോട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ. നോറയും തിരിച്ച് നല്ല രീതിയിൽ തന്നെ പുള്ളിയോട് നല്ല രീതിയിൽ നോറ സംസാരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ പുള്ളി അവക്ക് എന്തെങ്കിലുമൊക്കെ ആ പുള്ളി ഓക്കെ വലിയ ബാക്കി എല്ലാരെക്കാട്ടിലും ബെറ്റർ ആണ് ഈ പുള്ളി എന്നുള്ളൊരു സാധനം അവക്ക് തോന്നിയോണ്ടായിരിക്കില്ലേ നോറ എന്ന് പറയുന്ന വ്യക്തി വരെ മാന്യമായിട്ട് നിന്നും ജിൻഡോയോട് സംസാരിക്കുന്നത്. അത് സംസാരിക്കുന്നത് എങ്ങനെയാ എനിക്ക് മനസ്സിലായി. ജിൻഡോ ചേട്ടാ, എന്റെ വാപ്പയും ഉമ്മയൊക്കെ വന്നപ്പോൾ നിങ്ങൾ നല്ല രീതിയിലാണ് അവരെ ഹാൻഡിൽ ചെയ്തത്, നല്ല കാര്യം എന്നൊക്കെ അവള് പറയുന്നത് കേൾക്കാം. വേറെ ആരവിടെ ആ ഒരു ടോക്ക്, ആ ഒരു സാധനം ആരവിടെ കൊടുത്തു നോറയെടുക്കെ? ജാസ്മിൻ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. പുച്ഛമാണ് ജാസ്മിന്. ആ വന്ന് കയറിയാ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ആ ഒരു മോഡിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത്. എന്നാൽ പുറത്തു പോയി അവളെ തിരിച്ചകത്ത് കയറ്റി. അപ്പോഴെങ്കിലും ഇച്ചിരി മാന്യമായിട്ട് സംസാരിക്കുക. അതുണ്ടോ ജാസ്മിന്? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. ജാസ്മിനെ താങ്ങാനും പൊക്കിപ്പിടിക്കാനും നടക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് എന്റെ കമന്റ് ബോക്സിൽ ഒരു കാര്യം ഒരു വ്യക്തി ടൈപ്പ് ചെയ്തിട്ടേക്കുന്നതാണ്. അതായത് ഞാൻ ജാസ്മിനെ താത്തിക്കെട്ടി ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ട് ജിൻഡോയെ, അതായത് ജിൻഡോ നേരത്തെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്, അത് മനഃപൂർവ്വം ഞാൻ ജാസ്മിനെ പൊക്കാൻ വേണ്ടിയിട്ട് ജിൻഡോയെ ഇങ്ങനെ അടിച്ചുകാട്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളൊരു മഹാനുഭാവൻ വന്ന് കമന്റ് ചെയ്യുന്ന കണ്ടു. എനിക്ക് അവനോടൊക്കെ എന്ത് പറയണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഞാനുള്ള കാര്യം ഇവിടെ പറയും. ജിൻഡോ ചേട്ടനെ തെറ്റുണ്ടെങ്കിൽ ഞാൻ ജിൻഡോ ചേട്ടനെ തെറ്റാണെന്ന് ഞാൻ പറയും. ജിൻഡോ ചേട്ടനെ ശരിയുണ്ടെങ്കിൽ ശരിയാണെന്ന് പറയും. ജാസ്മിന്റെ തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയും. ശരിയുണ്ടെങ്കിൽ ശരിയുണ്ടെന്ന് പറയാനായിട്ട് ഞാൻ ശരിയൊന്നും കണ്ടിട്ടില്ലടേ.
ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് എനിക്കൊരു പോയിന്റിൽ ഒരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ പറയാൻ വരട്ടെ. അപ്പൊ അതുകൊണ്ടാണ് എന്റെ പൊന്നു കൂട്ടുകാരാ, അതിനകത്ത് കൂടുതലായിട്ട് നീ വന്ന് കിടന്ന് മറ്റേ തല പുകച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള പരിപാടികൾ. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ജാസ്മിൻ ആ ഒരു ആട്ടൊക്കെ കൊടുത്തു വിടുന്ന കാണുന്നുണ്ട്. ജാസ്മിന് വലിയ മൈൻഡൊന്നും ഇല്ല. അതിനുശേഷം നമ്മുടെ പണ്ടത്തെ പവർ റൂം അതിനകത്തിരിക്കുകയാണ് എല്ലാവരും. നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ ജിൻഡോ, നമ്മുടെ ഋഷിയൊക്കെ ഇരിപ്പുണ്ട്, അഭിയുണ്ട്, സായി ഉണ്ട്. അപ്പൊ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ജാസ്മിൻ ഒരു സാധനം പറയും, ഗബ്രിയെ മിസ് ചെയ്യുന്നു. ഞാനിത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒന്ന് സംസാരിച്ചതായിരുന്നു ഇതിനെപ്പറ്റി. ആ ഒരു സാധനം പറഞ്ഞപ്പോഴത്തേക്ക് ജിൻഡോയും ജാസ്മിനും ആയിട്ട് ഒരു പൊട്ട് അവിടെ പൊട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പൊട്ടിന്റെ ഇടയ്ക്ക് പല രീതിയിൽ നമ്മുടെ ജാസ്മിൻ പല വാക്കുകൾ പറയുന്നുണ്ട്. ജിൻഡോ ചേട്ടൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അതിനകത്ത് ഞാനിത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. അതായത് ജിൻഡോ കള്ളം പറയും. ജിൻഡോ ചേട്ടൻ ഓപ്പൺ ആയിട്ട് നിന്ന് പറയുന്നുണ്ട്, ഞാൻ കള്ളം പറയും, ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങാറുണ്ട്, ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പുള്ളി ചില ആളുകൾ പുള്ളിയെ മണ്ടൻ വിളിക്കുന്ന ഈ ഒരു കേസിലാണ്. അതായത് പുള്ളി ചില സമയത്ത് ഉള്ള കാര്യം പറയും. ഉള്ള കാര്യം പറയുന്നവരൊക്കെ മണ്ടന്മാരായിട്ടാണ് തോന്നുന്നവർക്ക്. അങ്ങനെ തോന്നുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. പുള്ളി ചെയ്യുന്നുണ്ട് അവിടെ കള്ളത്തരം, അത് പുള്ളിയുടെ ഗെയിമാണ്. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പുള്ളി അത് പറയുന്നുണ്ട്. അതെന്താരും ചിന്തിക്കാത്തത്? പുള്ളി ഇന്നത് പറയുന്നുണ്ട് നല്ല വ്യക്തമായിട്ട് ജാസ്മിനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്. നിങ്ങളെന്താ ആരും കാണുന്നില്ലേ? പുള്ളിക്കറിയാം പുള്ളിയുടെ ഗെയിമാണത്. പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പുള്ളി കള്ളം പറയും. എനിക്കതിനെ വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ഈ ഒരു വർത്താനത്തിന്റെ ഇടയ്ക്ക് ജാസ്മിൻ ഒരു ഡയലോഗ് അടിക്കും. അതെന്താന്ന് പറയാം, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടത്. നേരെ ചൊവ്വ സംസാരിക്കാൻ തനിക്ക് അറിയാമോ ജിൻഡോ? നേരെ ചൊവ്വ സംസാരിക്കാൻ തനിക്ക് അറിയാമോ ജിൻഡോ? ഇതാണ് ജാസ്മിൻ ഇത് ചോദിക്കുന്നത്, ജിൻഡോയോട് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ പുറത്തിരിക്കുന്ന ജനങ്ങൾ ഇതാണ് നമ്മൾ ഈ ജാസ്മിനെ കണ്ടുപഠിക്കണം എന്നൊക്കെ കുറെ പേര് പറയുന്നുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. അതായത് ഒരാളോട് വഴക്കുണ്ടാക്കുമ്പോൾ പോലും അയാളെ തെറി വിളിക്കുന്നില്ല, ജിൻഡോയെ തെറി വിളിക്കുന്നില്ല ജാസ്മിൻ. അതാണ് ജാസ്മിന്റെ ഭയങ്കര ബുദ്ധി. തെറി ഇപ്പൊ ലാലേട്ടനൊന്നും ചോദിക്കാൻ പറ്റത്തില്ല, ജാസ്മിൻ ഈ തെറി പറഞ്ഞു, തെറി പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അവൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരുമാതിരി സംസാരിച്ചോ ജിൻഡോ, അത് എന്നാ അവർക്ക് സംസാരിച്ചോ എന്ന് ചോദിക്കാൻ കഴിയത്തില്ല. സംസാരിച്ചു, അതായത് ഊക്കുക എന്ന് പറയും. ഇങ്ങനെ ഊക്കി വിടുക, മനസ്സിലായി? ഇങ്ങനെയാണ് ജാസ്മിന്റെ പ്രവോക്ക്. ഇത് പുറത്തിരിക്കുന്ന നമ്മുടെ വീട്ടിലിരിക്കുന്ന കുട്ടികളൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും? ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നത് സംസാരിച്ചോ? ഇതൊരു തെറി വിളിക്കുന്നതിനെക്കാട്ടിലും മോശമല്ല ഇവളി കാണിക്കുന്നത്. എനിക്ക് അങ്ങനെയാ തോന്നിയത്. നാളെ പിള്ളേർ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും അവരവരുടെ കൂട്ടുകാരോട്, നീ സംസാരിച്ചോടാ, എന്താണ് നീ സംസാരിക്കാത്ത? ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പിള്ളേർ. അല്ല, അതിനകത്തെ കുറെ കാര്യങ്ങളാണല്ലോ ജലങ്ങനെ മറ്റേ ലാലേട്ടനൊക്കെ വന്ന് പറയാറുണ്ട്. ജനങ്ങളുടെ പ്രതിഫലിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത്. പുറത്ത് എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങൾ ഇതിനകത്ത് ഉണ്ടാവേണ്ടത്, അങ്ങനെയാണ് നിങ്ങളെ കണ്ടാണ് ജനങ്ങൾ പലത് പഠിക്കുന്നത് എന്നൊക്കെ ഇടയ്ക്ക് ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെയാണോ കണ്ട് പഠിക്കണ്ടേ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് കളിക്കളം എന്ന് പറയുന്ന ഒരു ഗെയിം അവിടെ നടക്കുന്നുണ്ട്. ഈ ഗെയിമിന്റെ വിധികർത്താവായത് നോറ. ഒരു ഗെയിമില് വിധികർത്താവ് ഇത്രയ്ക്കും ബോറായിട്ട് ഞാൻ കണ്ടിട്ടില്ല, സത്യം പറയാനോ. ഈ ഒരു ഗെയിം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് നമ്മുടെ ഈ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ചോക്ലേറ്റിനൂടെ എന്തൊക്കെയായിരുന്നു തോന്നുന്നു, ഒരു വട്ടത്തിലുള്ള ഒരു സാധനം കിട്ടുമായിരുന്നു, ഒരു 2-3 ബോൾസ് ഒക്കെ ഉള്ളത്. എന്നിട്ട് നമ്മളിങ്ങനെ ഇതിനകത്ത് ഈ റോഡ് പോലെ ഉണ്ട്. അപ്പൊ ഈ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞും തിരിഞ്ഞും ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്തും അങ്ങനെ കിടക്കുന്ന ഒരു റോഡാണ്. ഇതിനകത്തൂടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ബോൾ ഇങ്ങനെ ഉരുട്ടി ഇതിന്റെ സെന്ററിൽ കൊണ്ടുവരണം. ആ ഒരു ഗെയിമുണ്ട്. ഇത് അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ ഈ ഒരു ഗെയിം കുറച്ച് വലുതായിട്ട് അവർ കാർഡ്ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് ഒരു സംഭവം അങ്ങനെയായിരുന്നു ഈ ഒരു ഗെയിം. അപ്പൊ രണ്ടുപേർ വെച്ചാണ് കളിക്കാൻ വരേണ്ടത്. അപ്പൊ ഒരാൾ ഇപ്പുറത്ത് നിന്ന് ഇത് വലിക്കണം, മറ്റേ ആൾ ഇപ്പുറത്ത് നിന്ന് ഇത് വലിച്ച് ഈ ബോൾ ഇങ്ങനെ അനക്കുകയാണെങ്കിൽ സെന്ററിൽ കൊണ്ടുവരിക. അപ്പൊ ഈ ഒരു ഗെയിമിലാണ് എനിക്ക് ജാസ്മിനെ പറ്റി ഒരു കാര്യം പറയാനുള്ളത്. സംഗതി എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ വരുന്ന അഭി ഋഷിയാണ്, നല്ല രീതിയിൽ അവർ കളിക്കുന്നുണ്ട്. അതിനുശേഷം അർജുൻ ജിൻഡോ വരുന്നുണ്ട്, നടന്നില്ല. ജിൻഡോ ചേട്ടന്റെ ആ ഒരു ഗെയിമിലെ നല്ല രീതിയിൽ ജിൻഡോ ചേട്ടന്റെ പാളിച്ചുണ്ടായിരുന്നു, ഉള്ള കാര്യം ഞാൻ പറയാം. ജിൻഡോ ചേട്ടനെ പാളിച്ചുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഗെയിമിൽ അവർക്ക് 5 മിനിറ്റ് ആണ് ടൈം, ആ 5 മിനിറ്റിനുള്ളിൽ തീർക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് വരുന്നത് ശോകം കളിയായി പോയി എന്തായാലും അവരുടെ. അതിൻ്റെ ഇടയ്ക്ക് ഈ വിധികർത്താവിനെ ഞാൻ കൊള്ളത്തില്ലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ബോൾ ഇങ്ങനെ കറക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത് സ്റ്റാർട്ടിങ്ങിന്റെ അവിടുന്ന് ഇപ്പുറത്തെ സൈഡില് ഇങ്ങനെ ഈ റൗണ്ടിനകത്തൂടെ കറക്കി വേണം ഒരു സൈഡിൽ കൊണ്ടുവരാൻ. എന്നിട്ട് അവിടെ നിന്നാണ് എളുപ്പത്തിൽ ഇത് അകത്ത് കയറ്റാൻ പറ്റൂ. ഇതിപ്പോ ഇതിങ്ങനെ അനക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവിടെ ഇരുന്ന ബോൾ ചാടി ഇതിന്റെ മണ്ടയ്ക്കൂടെ ഇപ്പറേ വന്നിരുന്നു. ഇവളിത് കണ്ടിട്ടുമേ അത് കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമില്ല എന്നുള്ള ഒരു സാധനം പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന കണ്ടു. ബാക്കി എല്ലാവരും പറഞ്ഞു, നീ എന്തായി കാണിക്കുന്നത്, അത് ചാടിയാ വന്നു. ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ, അത് ബിഗ് ബോസ് പറയട്ടെ. ഇല്ല, എനിക്ക് ഒന്നും അറിയാൻ പാടില്ല, ഞാൻ കണ്ടില്ല എന്നൊക്കെ അവളോട് പറയുന്നത് കേട്ടു. എന്തിനാണ് ഇവള് വിധികർത്താവായിട്ട് നിന്നത്? ലാസ്റ്റ് എന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, അത് ഫൗളായിരുന്നു, ആയം തൊട്ട് കളിക്കണം, അത് ചാടിയാ വീണ്. അപ്പൊ നോറ മറ്റേ സാധനം, ഇപ്പോഴാണ് എനിക്ക് ബിഗ് ബോസ് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിഗ് ബോസ് പറഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ ബിഗ് ബോസിന്റെ കളിയൊക്കെ നടത്തിയാൽ പോരെ, എന്തിനാണ് മോളെ മറ്റേ വിധികർത്താവായിട്ട് നിർത്തിയിരിക്കുന്നത്? എനിക്ക് അതായിരുന്നു ചോദിക്കാനുള്ള ആ കൊച്ചിനോട് കേട്ടോ. എന്തായാലും മണ്ടിയാണ് കൊച്ചെന്ന് എനിക്കിന്ന് മനസ്സിലായി. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിൻ ശ്രീതു വരുന്നുണ്ട്. ജാസ്മിൻ ശ്രീതുവും ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പം
അവർ പ്രോപ്പർ ആയിട്ടാണ് കളിച്ചത്. പക്ഷെ അവരുടെ ഇപ്പുറം ഇരുന്ന ബോൾ ഇങ്ങനെ കറക്കി അത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നിട്ട് അകത്തോട്ട് പോയ സമയത്ത് അകത്തേക്ക് ഇവർ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന് ചാടി വീണ്ടും ആദ്യമുള്ള സ്ഥലത്തെത്തി. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് അത് ഇവിടെ വന്നിട്ടാണ് അത് തെറിച്ച് അപ്പറേ പോയത്, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പത്തേക്ക് നോറ ആ ഒരു ഗെയിം ഇല്ല, അത് അവിടുന്ന് ചാടിയാണ് ഇപ്പറേ വന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, ആ ഒരു ഗെയിം കണ്ടാലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാവും. എന്തായാലും ജാസ്മിൻ, എനിക്ക് ആ ഗെയിം കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ജാസ്മിന്റെ സൈഡിലോട്ടൊരു ശരി ഉണ്ടായിരുന്നു. ഞാൻ നല്ല വ്യക്തമായിട്ട് ആ ഒരു ഗെയിം നോക്കി കണ്ടിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെ ജാസ്മിന്റെ സൈഡിൽ ഒരു പ്രോപ്പർ ആയിട്ടൊരു റീസൺ ഉണ്ടായിരുന്നു. അത് അവരുടെ കയ്യിലെ തെറ്റല്ലായിരുന്നു, അവർ നന്നായിട്ട് കളിച്ചു വന്നേ. പക്ഷെ ആ സമയത്ത് ജാസ്മിൻ ഇത് പ്രോപ്പർ ആയിട്ട് ചോദിക്കാൻ നിന്നില്ല. എന്തുകൊണ്ട് ചോദിച്ചില്ല? അത് അവളുടെ മിസ്റ്റേക്ക്. നോറയുടെ കയ്യിൽ നിന്ന് ഒരു മണ്ടത്തിനാണ്, പക്ഷെ അത് ആരും ശ്രദ്ധിച്ചില്ല, ഒരാളും ശ്രദ്ധിച്ചില്ല. ഈ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രോപ്പർ ആയിട്ട് ഒന്നും കൂടി അത് നോക്കി. തെറ്റ് ജാസ്മിന്റെ അല്ലായിരുന്നു, ജാസ്മിനൊക്കെ അത് കറക്റ്റ് ആയിട്ടായിരുന്നു ചെയ്തത്. പക്ഷെ അവർ മിണ്ടിയില്ല. ജാസ്മിൻ ആ സമയത്തൊന്നും വാ തുറക്കാൻ കഴിയത്തില്ല. അവർക്ക് മറ്റേ ജിൻഡോ അടുക്കൽ മറ്റേ ചൊറിയാൻ മാത്രമേ ജാസ്മിൻ അറിയത്തുള്ളൂ. ഇപ്പം അതേ അവർക്കൊരു പരിധിയിൽ കൂടെ നടക്കത്തുള്ളൂ. അവർക്ക് മറ്റേ സിജോ അടുക്ക പോയി പോലും നടക്കത്തില്ല. കാരണം സിജോ ഒക്കെ അടിച്ചിരുത്തി കളയും. ജിൻഡോ ചേട്ടനെ അങ്ങനെ സംസാരിച്ചിരുത്താൻ ഇടയ്ക്ക് കൊടുക്കും. ഇടയ്ക്ക് ഒരു സെന്റൻസിലായിരിക്കും ഒരു പോയിന്റ് പറയുന്നത്, ആ പോയിന്റിൽ അവിടെ ഇരിക്കും. അതിന് നമ്മൾ പുറത്തിങ്ങനെ ക്ലാപ്പും അടിക്കും. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ പുള്ളിക്ക് ഇങ്ങനെ സംസാരിച്ച് ഇവൾ ഈ സംസാരിക്കുന്നതൊക്കെ സംസാരിച്ച് പിടിച്ചിരുത്താൻ ജിൻഡോ ചേട്ടൻ അറിയത്തില്ല. അത് ഏറ്റവും നന്നായിട്ട് അവിടെ അറിയാവുന്ന വ്യക്തി ജിൻഡോ ചേട്ടൻ തന്നെയാണ്. അത് ഈ ഒരു ഗെയിം കഴിയുമ്പോഴത്തേക്ക്, അപ്പൊ ഈ ഒരു ഗെയിമിന് നമ്മുടെ ഫസ്റ്റ് ഋഷി ആൻഡ് അബി ആയിരുന്നു. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്വയം സംസാരിക്കാം എന്ന് പറയുന്ന ഒരു പരിപാടി അവിടെ നടക്കുന്നത്. അതായത് ഒരു ഗ്ലാസ് അവിടെ വെച്ചിട്ടുണ്ട്, ആ ഗ്ലാസിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് സംസാരിക്കാം. അവർ ഇത്രയും നാൾ ഇവിടെ നിന്നതും ഇതിനെ പറ്റിയും ഇവിടെ വന്നതും ബിഗ് ബോസിനെ പറ്റിയും ഒക്കെ സംസാരിക്കാം. അപ്പൊ അതിനകത്ത് ഇന്ന് എപ്പിസോഡിൽ കാണിച്ചത് നമ്മുടെ ജിൻഡോ ചേട്ടൻ സംസാരിക്കുന്നതായിരുന്നു. ജിൻഡോ ചേട്ടൻ ലൈഫിൽ നടന്ന പുള്ളി വന്ന വഴിയും എല്ലാം പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിനകത്തോടൊന്നും വലിയ മറ്റേ ഭാഗികമായിട്ടൊന്നും പോകുന്നില്ല. പക്ഷെ പുള്ളി പറഞ്ഞു 1-2 പോയിന്റ് ഉണ്ട് അതിനകത്ത് ഒന്ന്, ജിൻഡോ ചേട്ടന് നന്നായിട്ട് അറിയാം. ജിൻഡോ ചേട്ടൻ ഒരു കള്ളനാണ്. അവിടെ എല്ലാവരും കള്ളൻ വിളിക്കുന്നുണ്ട് പുള്ളിയെ. പക്ഷെ എല്ലാവരും ഈ കള്ളൻ എന്ന് വിളിക്കുമ്പോൾ പുള്ളിക്ക് നല്ല രീതിയിൽ അതിന് വിഷമമുണ്ട്. നല്ല രീതിയിൽ പുള്ളിക്ക് അത് വിഷമമുണ്ട്. പുള്ളി അത് പുറത്ത് കാണിക്കാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട്. അത് ഇന്ന് പുള്ളിയെ സംസാരിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തു, സീരിയസ്ലി. അത് കഴിഞ്ഞിട്ട് പുള്ളി തന്നെ അവിടെ പറയുന്നുണ്ട്, ബിഗ് ബോസ് എനിക്ക് ഞാൻ വന്നപ്പോൾ ഭയങ്കര മോശമായിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഇന്ന് ഞാനത് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മാറിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. പുള്ളി അതും അവിടെ പറയുന്നുണ്ട്, അറിയത്തില്ല. ജിൻഡോ ചേട്ടൻ ആകെ അവിടെ ഒരു പ്രശ്നം അതാ. ജിൻഡോ ചേട്ടന്റെ നാവിൽ നിന്ന് വരുന്ന ഒരു മോശം വർത്താന രീതി ഉണ്ടായിരുന്നു, അത് ജിൻഡോ ചേട്ടൻ നിർത്തി. പക്ഷെ ഒരാള് പുള്ളിയോട് ഫൈറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് സംസാരിക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല. പല വാക്കുകളും പുള്ളിക്ക് കിട്ടുന്നില്ല. അത് പുള്ളിയുടെ വലിയ മിസ്റ്റേക്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ. അത് പുള്ളിയുടെ അവസ്ഥയാണ്. പുള്ളി 6ാം ക്ലാസ് തൊട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കണം. കഷ്ടപ്പെട്ടു വന്ന ഒരുത്തനാണ്. പുള്ളിക്ക് എന്തോരം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല പേഴ്സണലി. ചിലപ്പോൾ കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാ? പുള്ളി ആയ കാലത്ത് അധ്വാനിക്കാൻ പോയത് കൊണ്ടാ, അല്ലാതെ വേറെ മറ്റേ കക്കാൻ പോയത് കൊണ്ടല്ല. അതെല്ലാരും ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് അത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളി അവിടെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പുള്ളി വേറൊരു പോയിന്റ് എന്നല്ല, അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു നിമിഷം ഞാൻ വല്ലാതായിപ്പോയി. പുള്ളി ആ ഒരു എന്താ അതിനെ പറയണ്ടേ, പുള്ളിയുടെ കല്യാണം, എനിക്കൊരു ഒരാൾ പുറത്തുണ്ട്, സെപ്റ്റംബർ ആകുമ്പോൾ അയാൾ പുറത്താണ്, അയാൾ തിരിച്ചു വരും. അത് പുറത്തുനിന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിന്റെ വെളിയിൽ ഒരാളുണ്ട്, പക്ഷെ അയാൾ വിദേശത്ത് എവിടെയോ ആണ്. അയാൾ സെപ്റ്റംബർ ആകുമ്പം മറ്റേ മോതിരമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, മോതിരമൊക്കെ മാറിയതാണ്. സെപ്റ്റംബർ ആകുമ്പം വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അഥവാ വന്നില്ലെങ്കിലും ഞാൻ ഒരാളെ കെട്ടും. അവിടെ എനിക്ക് ആദ്യം ഞാൻ ഇങ്ങനെ എണീറ്റിരുന്നു, ഞാൻ കെട്ടും. അയാൾ വന്നില്ലെങ്കിലും ഞാൻ വേറൊരാളെ കെട്ടും. കാരണം ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാനൊരു പെൺകുട്ടിയെ കെട്ടുമെന്നുള്ളത്. അമ്മയുടെ വാക്ക് നിറവേറ്റാൻ ഞാനത് ചെയ്തിരിക്കുമെന്നൊരു സാധനം പുള്ളിയോടെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അയ്യോ സീരിയസ്ലി എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എടോ, ഇങ്ങനത്തെ സാധനമൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ആ ഒരു വ്യക്തിയോട് എനിക്ക് ഇച്ചിരി സ്നേഹം തോന്നുന്നത്. പുള്ളി ആദ്യമേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുള്ളി ആദ്യമേ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. പുള്ളി പല വാക്കുകൾ പറയുമ്പോഴും, പുള്ളി സ്ത്രീകളെ മോശമായിട്ട് പറഞ്ഞപ്പോഴൊക്കെ. പക്ഷേ ഇന്ന് ഈ ഒരു സാധനം പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ അമ്മയ്ക്ക് കൊടുക്കുന്ന വില, അത് മതി. ഞാനൊരു വോട്ട് കൊടുക്കാൻ എനിക്കത് മതി. പുള്ളിക്ക് എനിക്ക് അത്രേ ഉള്ളൂ. പുള്ളിയുടെ അമ്മയ്ക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, അത് മതി. എത്ര പേര്, അതാണ് ഇവിടെ പുറത്ത് ഇന്നത്തെ കുട്ടികൾ കാണേണ്ടത്. അല്ലാതെ അവിടുത്തെ അടിയും ബഹളവും മറ്റേ വയ്യാവേലയും ഒന്നും അല്ല കണ്ടത്. ആ ഒരു വാക്ക്, ആ ഒരു പോയിന്റ്, നിങ്ങൾ അധികം വാ തുറക്കണ്ട ജിൻഡോ ബ്രോ, എനിക്ക് അതേ പറയാനുള്ളൂ. അധികം പുള്ളി വാ തുറക്കണ്ട. പക്ഷെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിലുണ്ടത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ കാണേണ്ടതാണ്. കുട്ടികൾ മാത്രമല്ല, എല്ലാവരും, മുതിർന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരും കേൾക്കേണ്ട ഒരു പോയിന്റ് ആയിരുന്നു അത്.
എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് ഞാൻ പാലിക്കും. അയ്യോ, അവിടെ ഞാൻ ആ ഒരു പോയിന്റിൽ ഞാൻ അങ്ങനെ വോട്ട് ചെയ്യാത്ത ഒരാളാണ് ഈ ഒരു പരിപാടിക്ക്. ആ ഒരു പോയിന്റിൽ ഞാൻ ഫോൺ എടുത്ത് വോട്ട് കൊടുത്തു പുള്ളിക്ക്. അത് മതി. പുള്ളി ജയിക്കോ ഇല്ലയോ, പുള്ളി ജയിക്കണം, ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും പറയുന്നില്ല, പുള്ളി വലിയ ഗെയിമർ ആണെന്നും പുള്ളി ജയിക്കണമെന്നൊന്നും. പക്ഷെ ഇന്നത്തെ എൻ്റെ വോട്ട് അത് പുള്ളിക്കുള്ളതാണ്. അത് ആ ഒരു ഡയലോഗിനുള്ളതാണ്. കാരണം അതിവിടെ എത്ര പേര് കേട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ഒരു നിമിഷം സ്വന്തം അമ്മയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ജനങ്ങളിലേക്ക് വരേണ്ടത്. അതാണ് ജനങ്ങളിലേക്ക് വരേണ്ടത്. അത് വന്നിട്ടുണ്ട്. എനിക്കത് കൊണ്ടു. എനിക്ക് നന്നായിട്ടത് മനസ്സിലായി. അത് മതി. അപ്പം ഈ ഒരു സാധനം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു സ്പോൺസേഡ് ടാസ്ക് അവിടെ നടക്കുന്നുണ്ട്. മറ്റേ ആറ്റംബർഗിന്റെ ഒരു ബലൂൺ വെച്ചിട്ടുള്ള കപ്പിലേക്ക്. അത് എനിക്ക് താല്പര്യമില്ല. വെറുതെ ആറ്റംബർഗിനൊക്കെ ബൂസ്റ്റ് കൊടുത്ത് അവരുടെ ആഡും അവരുടെ സ്പോൺസേഡ് ടാസ്കിനെയൊക്കെ ഡീറ്റെയിൽ ചെയ്യാൻ ഒരു സ്പോൺസേഡ് ടാസ്ക് നടക്കുന്നുണ്ട്. കുഴപ്പമില്ലായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ഒരു ഗെയിം ആയിരുന്നു. എന്തായാലും ആ പരിപാടിയും കഴിയുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കണ്ടത്. അപ്പൊ ഞാൻ രാത്രി തന്നെ ഇരുന്നാണ് എപ്പിസോഡ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ രാത്രി ഇനി എഡിറ്റ് കഴിഞ്ഞ് ഇന്ന് രാത്രി തന്നെ ഇടുമെന്ന് അറിയത്തില്ല. വീഡിയോ ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറയുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കറിയാം വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല ഈ ഒരു വീഡിയോയ്ക്ക്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. വളരെ കുറച്ച് ആക്സസറീസ് ഒന്നും പറയാനില്ല. ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. അതിന്റെ ഫ്രണ്ടിൽ ഇരുന്നാണ്, മൈക്ക് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ വോയിസ് ഒക്കെ കേൾക്കുന്നതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക.